നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഒരു ദിവസം കൂടി നിനക്ക് വേണ്ടി ഇതിൻ്റെ വചനം പറയാൻ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. എത്രയോളം മരണം വഴിയായി കിടക്കുന്നു, അതിനുപരിയായിട്ട് ആഹാരം തന്നെ, വസ്ത്രം തന്നെ, തീറ്റിപ്പൂറ്റി കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ വചനത്തോടു കൂടെ, ഞങ്ങളുടെ നാവിനോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. നല്ലത് സംസാരിക്കാം, നല്ലത് പ്രവർത്തിക്കാം, അത് കേൾക്കുമ്പോൾ നേകളുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ വചനം ആഴമായിട്ട് ഇറങ്ങിച്ചെല്ലുവാനുള്ള കൃപത കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവേ. കർത്താവേ, ഞങ്ങൾ കുറ്റം കുറവുണ്ട് കർത്താവേ. ഓരോ ദിവസം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഫലയിലായിരിക്കാനും അതനുസരിച്ച് ജീവിപ്പാനും ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കും. യേശുനാമത്തിൽ തന്നെയാണ്. മത്തായി സുവിശേഷം 8:27 മുതൽ, പിശാച് ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദേവപുത്ര, പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്നാൽ അവരിൽ നിന്ന് പുറത്തു പോകുവാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടുകയായിരുന്നു. ചങ്ങലകളും കാൽ വിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. യേശു അവനോട്, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചതിന് ഗല്യോൻ എന്ന് അവൻ പറഞ്ഞു. എന്തെന്നാൽ അനേകം പിശാചുകൾ അവൻ പ്രവേശിക്കുന്നു. പാതാളത്തിലേക്ക് പോകുവാൻ തങ്ങളോട് കൽപ്പിക്കരുത് എന്ന് ആ പിശാചുകൾ അവനോട് കയാചിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടത്തിന്മേൽ പന്നിക്കൂട്ടം കുന്നിൻ പുറത്ത് മേയുന്നതുണ്ടായിരുന്നു. ആ പന്നികളെയൊക്കെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുകൾ അപേക്ഷിച്ചു. അവൻ അനുവദിച്ചു. അപ്പോൾ അവൻ ആ മനുഷ്യരെ വിട്ട് പന്നികൾ പ്രവേശിച്ചു. വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറിലായിരുന്നു അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു ഉറക്കെ കരഞ്ഞു. അന്നേരം പിശാച് ബാധിച്ചവനെ തമ്പുരാൻ്റെ അവൻ കിടക്കുന്ന എവിടാ? ശവക്കല്ലറല്ല, വീട്ടിലൊന്നുമല്ല, ശവക്കല്ലറ. നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെയല്ലേ? നമ്മളെല്ലാം ദുരാത്മാക്കളുള്ളവരാണ്. എല്ലാവരും പറയും എൻ്റെ മേലൊന്നുമില്ല. വേറെ ഒരു പാർട്ടികൾ പറയുമ്പോൾ ഞങ്ങളുടെ മേലൊന്നുമില്ല, ഞങ്ങളെ സ്ഥാനപ്പെട്ടവരാന്നൊക്കെ പറയും. പക്ഷേ ദൈവം തമ്പുരാനെ ആവർത്തിച്ച് വേണമെങ്കിൽ, ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ സ്നേഹം, ദയ, കരുണ, സൗമ്യത, സന്തോഷം, ആനന്ദം, ഇതൊക്കെ ചെയ്യുന്നതാണ്. വ്യഭിചാരം, മോഷണം, പിടിച്ചോറി, കൊലപാതകം ഇതൊക്കെ ചെയ്യുന്നതിന് അശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ്. ഈ അശുദ്ധാത്മാവ് ഇല്ലാതിരിക്കാൻ വേണ്ടി തമ്പുരാൻ്റെ കൂടെ തന്നെ എപ്പോഴും തമ്പുരാൻ്റെ കൂടെ പത്രോസ് ഉണ്ടായിരുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? തമ്പുരാടാ, നിന്നെ സാത്താൻ പാറ്റുന്നത് ഞാൻ കണ്ടു, നിനക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥ പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ. തമ്പുരാൻ്റെ കൂടെ ശിഷ്യന്മാരോട് പോലും, ശിഷ്യന്മാർക്ക് വരെ പൈശാചികം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളൊക്കെ പറയുമോ, എൻ്റെ മേൽ പൈശാചികമൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ 24 മണിക്കൂറും ദൈവത്തോട് ഇവിടെ. ഏത് മനുഷ്യനാണോ അവന് പൈശാചികമുണ്ട്? കുന്നുള്ളിടത്ത് കരയുണ്ട്, ദുഃഖമുള്ളിടത്ത് സന്തോഷമുണ്ട്. എന്നാൽ നമ്മൾ പറയുന്നതോ ഞങ്ങളൊന്നും ദൈവത്തിൻ്റെ അടുത്തൊന്നും, ദൈവത്തിൻ്റെ കൂടായി നമ്മൾ എത്രമാത്രം ദൈവത്തെ അടുക്കുന്നുണ്ടോ അത്രമാത്രം സാത്താൻ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അതെവിടെ വേണം? യോബിൻ്റെ കാര്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കി, യോഹന്നാൻ്റെ കാര്യം എടുത്തു നോക്കി. എല്ലാ മനുഷ്യനിലും ദുരാത്മാവുണ്ട്. ഈ ദുരാത്മാവിനെ ബഹിഷ്കരിക്കുന്ന കർത്താവ് എന്താ പറഞ്ഞത്? ഈ ഉപവാസത്താലും പ്രാർത്ഥന അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോത്തിരുന്നാണ് പറഞ്ഞത്. നമ്മൾ അന്നേരം ചെയ്യേണ്ടത് ഉപവാസം, പ്രാർത്ഥന, ഇതെല്ലാം നമ്മുടെ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ നോക്കും. ദൈവത്തെ കൂടുതൽ അടുക്കുന്നോ കൂടുതൽ അനർത്ഥങ്ങൾ നമുക്കുണ്ടാകും. ചിലവരൊക്കെ വിട്ടുപോകും. ദൈവത്തെ അറിഞ്ഞിട്ട് ആദ്യം വിചാരിക്കും സുഖമാണ്, ഓ എന്നെ കെട്ടിപ്പിടിച്ചു. അതല്ല, ദൈവം തമ്പുരാനെ വിളിച്ചവന് എന്നും പലപ്പോഴും എന്താ കർത്താവ് എന്താ പറഞ്ഞത്? പലപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നം എന്താ? ദൈവത്തെ വിളിക്കുമ്പോഴാണ് പ്രശ്നം കൂടുന്നത്. കർത്താവ് എന്താ പറഞ്ഞേ? കലപ്പയെ പിടിച്ചവൻ പുറമോട്ട് നോക്കരുത്. എന്താ അറിയോ? കലപ്പയെ തമ്പുരാൻ്റെ കലപ്പയാണ് പിടിച്ചേക്കുന്നത്. തമ്പുരാനെ പറ്റിയാണ് നമ്മൾ ഓടുന്നത്. പക്ഷേ പുറകോട്ട് നോക്കുമ്പോൾ അനർത്ഥമാണ്. 10 ദിവസം നേരം വെളുക്കോളം വല എറിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ തമ്പുരാൻ്റെ മീനെ വിട്ടിട്ട് മീൻ കളഞ്ഞിട്ട് പോയല്ലോ. തമ്പുരാൻ മീൻ പിടിച്ചുകൊണ്ട് തമ്പുരാനെ വിട്ടിട്ട് പോയവൻ. എന്നാൽ തമ്പുരാൻ കൂടെ ഉള്ളപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്തോടെ എല്ലാ കാര്യവും ചെയ്തു. 10 ദിവസം പോയി, 10 ദിവസത്തിൻ്റെ കൂടെ പലരും പോയി. പക്ഷേ നേരം വെളുക്കോളം വല എറിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ലെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കണം. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുക എന്നും പ്രശ്നമായിരിക്കും. ദൈവത്തെ വിളിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നും സകലവും പ്രശ്നമേ ഉള്ളൂ. നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ സകലമില്ലെന്ന്? അത് കണ്ടുകൊണ്ട് പേടിച്ച് ഓടിയിട്ടൊന്നും കർത്താവ് എന്താ പറഞ്ഞത്? അവസാനം വരെ
സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നതിന് സ്വർഗരാജ്യത്തിൻ്റെ അവകാശമാകുമെന്ന് പറഞ്ഞു. നമുക്കെപ്പോഴും പ്രലോഭനങ്ങൾ തമ്പുരാനാണ് തരുന്നത്. ആ പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉറങ്ങുമായിരുന്നു. കർത്താവ് നിങ്ങൾ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഉണർന്നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ തമ്പുരാനെ വിളിക്കുമ്പോൾ നമ്മൾ ഉറങ്ങി കുറച്ചു നേരം കഴിയുമ്പോഴാണ് എന്തിനാ വന്നിരിക്കുന്നതെന്ന് പോലും ഓർക്കുന്നത്. അങ്ങനെ ആവരുത് മനുഷ്യൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് തമ്പുരാൻ്റെ ഫന്നിൽ നിന്ന് കൃപ വരുന്നത്. തമ്പുരാനെ വേണോ? നമ്മൾ കഷ്ടപ്പെട്ട് സഹനം ഉണ്ടെങ്കിലേ നമ്മൾ ദൈവത്തെ അറിയും. പണ്ട് ഏതൊരു ശിഷ്യന് ഭയങ്കര ആസക്തിയുള്ളതായിരുന്നു. ഇതിൻ്റെ പേരെനിക്ക് മറന്നുപോയി. അദ്ദേഹം റോസാപ്പൂവിൻ്റെ മുള്ളിൻ്റെ അകത്തൂടെ കിടന്ന് ഉരുണ്ടെന്നാണ് പറയുന്നത്, പൈശാചികത്തിൽ നിന്നും മാറാൻ. എന്നാൽ നമ്മൾ അതുപോലെ കിടന്ന് കഷ്ടപ്പെടാതെ നമുക്ക് ദൈവത്തെ ഒരിക്കലും കണ്ടെത്താൻ പറയത്തില്ല. അവസാനം വരെ നിങ്ങൾ ഭൂമിയിൽ അവസാനം വരെ സഹിച്ച് ക്ഷമിച്ച് തമ്പുരാൻ്റെ കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റൂ. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. വീണ്ടും ജനിക്കണം. ഒരു മനുഷ്യനൊരു പുനർജനം കാണണം. പുനരുദ്ധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഒരു മരം നമ്മളൊരു കപ്പ നട്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടി നട്ടു. ആ നട്ട് നമ്മളതിൽ കായൊക്കെ പഴിച്ച് അതിൽ കിടക്കുന്നത് അതിനെ വെട്ടിച്ചിരി വളമൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് ആർത്ത് കളിക്കും. പഴയത് തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പുതുക്കം പ്രാപിക്കണം. കഴുകനെ പോലെ പറന്നുയരാൻ കഴുകൻ്റെ ജോലി എന്തുവാ? കഴുകനെ വലിയ മലയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഏറ്റവും മലയുടെ മണ്ടയ്ക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ കഴുകൻ്റെ തൂവൽ മൊത്തം കുത്തിയം കളയും. അവൻ്റെ വേദന കൊണ്ട് ഇന്ന് ഈ വരുന്ന കഴുകന്മാരെല്ലാം ഇവരെ കാണാൻ വരുന്നത് ഇറച്ചിയുമായിട്ടാണ്. കഴുകൻ തിന്ന് നല്ല സുന്ദരനാണ്. പഴയതെല്ലാം ആക്കി പുതുക്കം പ്രാപിച്ച് കഴുകനെ പോലെ പറന്നുയരുവാൻ നമ്മൾ ഓരോ മനുഷ്യരും നമുക്ക് കഴിയണം. എന്നാൽ നമ്മൾ പറന്നുയരുമ്പോൾ നമുക്ക് വേണ്ടുന്നത് ഊർജം തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരുശലേമിലെ യഹൂദായാലും സമരായാലും നിങ്ങൾ ഉദ്ഘോഷിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്തോ വേണ്ടി പരിശുദ്ധാത്മ എന്ന കാര്യസ്ഥൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലാവാൻ പറ്റൂ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒന്നുമില്ല. കുപ്പായം തൊപ്പിയിട്ടോ അല്ലെങ്കിൽ കുപ്പായം വചനം ബൈബിൾ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കഥയില്ല. നമുക്ക് വേണ്ടിയ ഊർജം വേണ്ടിയിരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തമ്പുരാൻ്റെ ഊതി ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളു. നിങ്ങൾ ഭൂമിയിൽ പാവങ്ങൾ പൊറുക്കുവാനും കെട്ടപ്പെടുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ ഊതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരിക്കാൻ എന്ത് വേണം? നമ്മൾ ഹൃദയ ശുദ്ധിയുള്ളവരായിരിക്കണം. ഈ ശുദ്ധിയുള്ളിടത്ത് മാത്രമേ ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് കടന്ന് കർത്താവ് വചനം ഭക്തിബന്ധങ്ങളെ തകർക്കുന്നതും മധ്യയിലും മാംസങ്ങൾ തുളച്ചു കയറുന്നതോ ഇരുതരവായിൽ മൂർച്ചയുള്ളതുമാണ്. നമ്മളെന്ത് ചെയ്യണം? ആ വചനത്തെ കൊണ്ട് മുറുകെ പിടിക്കണം. വചനം മാത്രമല്ല, പ്രവൃത്തിയും വേണം, പ്രാർത്ഥന വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് നമുക്ക് എവിടെ എത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ പറ്റും. നമ്മളല്ലാതെ ഈ ലോകത്തിന് ഈ മാനുഷിക ജീവിതം ഓർത്ത് കെട്ടിടങ്ങൾ 2 നില കെട്ടിടം കെട്ടി വീടും മറ്റേതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് കഥയില്ല. കാര്യം എന്തറിയോ? നമുക്ക് അതുള്ള നശ്വരമായ ജീവിതം 7 വെട്ടാൽ 70, അതിനേറെ ആയാൽ 80 മാത്രം, അതിലേറെ ആയാൽ കഷ്ടത മാത്രം. ഇന്ന് മാതാപിതാക്കളെ നോക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല. ഇന്ന് മക്കളെ നോക്കാൻ പോലും സമയമില്ല. ഇന്ന് അനാഥാരെയും വൃദ്ധമന്ദിരങ്ങളെ കുമിള് എന്താ? മക്കളെ നോക്കാനോ മാതാപിതാക്കളെ നോക്കാനോ വൃദ്ധമന്ദിരങ്ങളൊക്കെ പൊക്കുന്ന നമുക്ക് നോക്കാൻ സമയമില്ല. നാളെ നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അത് ചിന്തിക്കുമ്പോൾ പണ്ട് മുസ്ലിങ്ങളൊക്കെ നല്ലോണം മാതാപിതാക്കളെ നോക്കി. ഇപ്പോൾ നമ്മളെ കണ്ട് അവരും പഠിച്ചേക്കും. എന്നാൽ മാതാപിതാക്കളെ നോക്കിയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടാവും, മാറ്റം ഉണ്ടാവത്തില്ല. എന്നാൽ നമ്മളെന്ത് ചെയ്യണം? മുമ്പേ ഗമിച്ചിടും ഗോതൻ പിൻപേ ഗമിച്ചിടും ഗോക്കളല്ല. മുന്നേ പോകുന്ന പശുവിൻ്റെ കൂടെ കുറേ പോകുന്ന പശുക്കളും പോകും. അവർ ഇവിടെ ചെന്നയാൾ ഇവരും ചെന്നയാൾ. എന്നാൽ നമ്മൾ അങ്ങനെ ആവരുത്. ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് നോക്കി. കർത്താവ് എന്താ പറഞ്ഞ്? എങ്കലേക്ക് നോക്കിയവർ പ്രകാശരായി. പറഞ്ഞു മനസ്സിലായോ? എവിടെ ദൈവം ഇരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് നോക്കി ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമെന്ന് ഞാൻ പറയും. ഞാൻ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലവനാസ്വപിതാവെ അനുഗ്രഹിക്കണ കർത്താവ്. ഈ വചനം കേട്ട് അനേകർ മാനസാന്തരത്തിലേക്ക് വരുവാനും അതുപോലെ ഞങ്ങൾ പറയുന്ന ഓരോരുത്തരും അത് മാനസാന്തരം പ്രവർത്തിക്കാൻ, അത് വാക്കിൽ പ്രവർത്തിക്കാൻ, നോട്ടത്തിൽ പ്രാബല്യമാക്കുവാൻ ഞാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. വന്നവരെ പോയവരെ കേട്ടവരെ രുചിച്ചറിയുവാൻ അനേകരെന്ന ദൈവമില്ല എന്ന മൂടുന്ന ഹൃദയത്തിൽ പറയുന്ന ദൈവം വേണ്ട, എന്ത് വേണമെങ്കിലും ദൈവമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഈ ലോകത്ത് ദൈവമേ ഒരുത്തൻ പോലും നഷ്ടപ്പെട്ട 99 വിട്ട്
ഒന്നിനു വേണ്ടി എന്നെ തമ്പരാൻ പോയതുപോലെ കർത്താവേ, ഇതിനു വേണ്ടി പോയി എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുവാൻ കൃപ കൊടുത്തതിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ വചനം പറഞ്ഞ കൃപയ്ക്കായി നന്ദി. അനേകർ കേട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പിതാവേ, ഒരുത്തൻ പോലും നഷ്ടപ്പെടുന്നത് കർത്താവേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ, അന്ധകാരസ്ഥികളെ വിടിവിക്കണമേ, സമാധാനമില്ലാത്ത വീടുകളെ ഓർത്ത് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥന. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്ന പോലെയല്ല എന്ന് പറഞ്ഞു. എല്ലാ മക്കളെയും നിന്റെ കാര്യങ്ങൾ തരുന്നു. പിതാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാ മക്കളെയും നിന്റെ കാര്യം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുക. യേശു നാമത്തിൽ തന്നെയാണ്.